അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഞാനൊരു സർപ്രൈസ് കാണിക്കാമെന്നല്ലേ. ആ വീഡിയോ അല്ല എന്നത് കേട്ടോ, ചുമ്മാ അങ്ങ് നോക്കിയിരിക്കുക. എനിവേ, അപ്പോൾ ഞാനിപ്പോൾ വന്നതൊരു റിവ്യൂ പറയാനാണ് കേട്ടോ. ഞാൻ എൻ്റെ പേജിൽ ഫസ്റ്റ് ടൈമാണ് ഒരു റിവ്യൂ ആയിട്ട് വീഡിയോ ഇടുന്നത്. സോ അപ്പോൾ എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരുപാട് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി മേടിച്ചൊരു പ്രോഡക്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മുടെ കൺമണി ഹെർബ്സിൻ്റെ ലിപ് ബാമാണ്, ബീട്രൂട്ട് ലിപ് ബാമാണ് ആക്ച്വലി. ഇത് വന്നിട്ട് നമുക്ക് ഒരു 10 ഗ്രാമോളമായിട്ടൊരു കുട്ടി ഡെപ്പേനുള്ളിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് മേടിച്ചവർക്കൊക്കെ അറിയാം, ഒരുപാട് റിവ്യൂസും അതുപോലെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്ന സാധനമാണെന്നും അവർ പറഞ്ഞതുകൊണ്ട് ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാണ്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം ട്രൈ ചെയ്യാത്തവർ ജസ്റ്റ് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് ഏകദേശം റേറ്റ് നമ്മുടെ ഞാൻ ശരിക്കും മറന്നുപോയി, എനിക്ക് തോന്നുന്നു 249 240 അങ്ങനെ എന്തോ ഒരു റേറ്റാണ് ഈ ഒരു സംഭവത്തിന് വരിക. പക്ഷേ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് 2 യൂസ്ഫുൾ ഉണ്ട്, 2 ഒന്നുമല്ല, ഇഷ്ടംപോലെ യൂസ് ഉണ്ട്. പിന്നെ നമുക്ക് കെമിക്കൽസ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു നാച്ചുറൽ ആയിട്ടുള്ള വേയിൽ നമുക്ക് ലിപ് ബാം ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കടകളിലൊക്കെ മേടിച്ച് ഭയങ്കര ഓയിലി ഒക്കെ പോലെ ഇരിക്കുന്ന ലിപ് ബാമിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണെന്ന് ഫീൽ ചെയ്ത് എനിക്ക്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നമുക്ക് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവർക്കൊരു എന്താ പറയുന്നത്, ഒരു ഇൻസ്റ്റെഡ് ഓഫ് ലിപ്സ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമ്മളിത് ഇട്ട് കഴിയുമ്പം ഞാനോടത്ത് ഇത് മേടിച്ചപ്പോൾ എൻ്റെ സ്കിൻ ഇച്ചിരി ഡാർക്കായിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ഞാനോടത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വൃത്തികേടായിട്ട് നിൽക്കും, ഒരുമാതിരി നമ്മുടെ പണ്ടത്തെ ഒരു സിനിമയിലെ പോലെ, മറ്റേ കൊച്ചിങ്ങനീഫയുടെ ചുണ്ട് കടിച്ചെടുത്ത പോലെ, ആരോ കടിച്ചെടുത്ത പോലെ, അങ്ങനെ ഒരു സംഭവം പോലെ ഫീൽ ചെയ്യുന്ന ഓർത്തെ. പക്ഷെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി കളറാണ്. നല്ല ഇട്ടിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് അങ്ങനെ ഒന്നുമില്ല, നല്ല സെറ്റപ്പിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ എൻ്റെ കുറച്ച് ഡാർക്കായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ചുണ്ടിൽ, അതൊക്കെ പോയി. വെയിൽ കൊള്ളുമ്പോൾ കൂടുതൽ ആകുമായിരുന്നു ആ ഡാർക്ക്നെസ്, അതൊക്കെ പോയി കുറഞ്ഞു വരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ യൂസ് ചെയ്യാത്തവർ മേടിച്ച് നോക്കണം. കൺമണി ഹെർബ്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പേജൊന്നും ഇനി ടാഗ് ചെയ്യുന്നില്ല, കാര്യം എല്ലാവർക്കും ഓൾറെഡി അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.